എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 1201 ആണ്ട് ധനു മാസം 3-ാം തീയതി, അതേപോലെ 18/12/2025 വ്യാഴാഴ്ച. ഇന്ന് ദശാവതാരത്തിൻ്റെ 3-ാം ദിവസമാണ്. വരാഹ രൂപിയായ ഭഗവാന്റെ അവതാര ദിവസം അല്ലെങ്കിൽ അവതാര കാലഘട്ടം സൂചിപ്പിക്കുന്ന ചാർത്ത് ഉള്ള ദിവസമാണ്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെ നന്നായിരിക്കും. ഇന്ന് വിഷ്ണുവിന് പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. എല്ലാവരും അവരവരുടെ ആചാരപ്രകാരം പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായ തത്വം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികകാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ചില ആശങ്കകൾക്ക് വഴിയുണ്ട്. ധനം ഒരുപാട് ചിലവാകാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമാണ്. എന്നാൽ പുതിയ സംരംഭകർക്ക് അനുകൂലമായ ഒരുപാട് സാഹചര്യങ്ങൾ തെളിഞ്ഞു വരുന്ന ദിവസമായിരിക്കും. സാമ്പത്തികമായി ഉണ്ടായിരുന്ന ആശങ്കകൾക്കൊക്കെ ഒരു പരിധിവരെ ശമനം ഉണ്ടാകുന്ന ദിവസമാണ്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ ആശ്വാസകരമായൊരു ദിവസമായിരിക്കും ഇന്ന്. കടവായ്പകൾ കൊടുക്കുവാനോ വാങ്ങുവാനോ ഒക്കെ സാധ്യത തെളിഞ്ഞു വരുന്നൊരു ദിവസമായിരിക്കും ഇന്ന്. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കലാകാരന്മാർക്കും ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ദിവസമായിരിക്കും. അതേപോലെ നിയമപാലകർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായൊരു ദിവസമായി കാണുന്നു. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്ര നല്ലൊരു ദിവസമായിരിക്കില്ല. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് വ്യാഴം അത്ര അനുകൂലമായ ഒരവസ്ഥയിലല്ല ഇന്നത്തെ ദിവസം. ഡിഗ്രി മിനിറ്റ് വെച്ച് നോക്കുമ്പോൾ ചില പ്രതികൂലമായ ഒരവസ്ഥയിലാണ് വ്യാഴം നിൽക്കുന്നത്. എങ്കിൽ കൂടി സാമ്പത്തികമായ കാര്യങ്ങളിൽ ഒരുപാട് ഉയർച്ച ഉണ്ടാകാനുള്ള വഴി തെളിഞ്ഞു വരുന്ന ദിവസമാണ്. ഇന്നത്തെ ദിവസം സാമ്പത്തിക ഇടപാടുകളിൽ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. ധനനഷ്ടം വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അലച്ചിലിൻ്റെ ദിവസമാണ് ഇന്ന്. അതേപോലെ നിയമപാലകർക്ക് വളരെ പ്രതികൂലമായൊരു സാഹചര്യങ്ങൾ നേരിടേണ്ടതായി വന്നേക്കാം. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില തർക്കങ്ങളും വഴക്കുകളുമൊക്കെ വെല്ലുവിളികളുമൊക്കെ നേരിടേണ്ടതായി കാണുന്നു. നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക്, വക്കീലന്മാർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. ആശ്വാസപ്രദമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. പുതിയ ചികിത്സാരീതികൾ കണ്ടെത്തുവാനും ആശ്വാസകരമായ ചികിത്സാരീതികൾ സ്വീകരിക്കാനുമൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമാണ്. പുതുതായി കെട്ടിടം നിർമ്മിക്കുവാനായി ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് പരമായ ജോലികളൊക്കെ ചെയ്യുന്നവർക്ക്, ഭൂമി സംബന്ധമായ ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് ഇന്നത്തെ ഏറ്റവും നല്ല ഒരു ദിവസമായിരിക്കും ഇന്ന്. രോഗികൾക്ക് ശമനം ലഭിക്കുന്ന ദിവസമാണ്. ഇന്നത്തെ ദിവസം മറ്റുള്ളവർക്ക്, വിശക്കുന്നവർക്ക് അന്നം കൊടുക്കുന്നത് വളരെ അനുകൂലമായ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഭാവിയിലേക്ക് സൃഷ്ടിക്കാൻ സാധ്യത കാണുന്നു. അതേപോലെ ജീവിതത്തിൽ പല വെല്ലുവിളികളും നേരിടാനായിട്ട് സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ എല്ലാത്തിനും വൈകുന്നേരത്തോടുകൂടി ശമനം ഉണ്ടാകുന്നതാണ്. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഈ അനുഭവം തന്നെയാണ് ഉള്ളത്. എന്നാൽ കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും. കായികമായി ജോലി ചെയ്യുന്നവർക്ക്, സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക്, പ്രത്യേകിച്ച് IT ഫീൽഡുകാർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. അടുത്തതായി നമുക്ക് കർക്കിടക കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ സങ്കീർണമായ പ്രശ്നങ്ങളിൽപ്പെട്ട് മനസ്സ് അലട്ടുന്ന ഒരു ദിവസമായിരിക്കും. അമിത ചെലവ് വരുന്ന ദിവസമായിരിക്കും. ഗ്രഹത്തിൽ കലഹമുണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ്. ഗൃഹാന്തരീക്ഷം വളരെ കലുഷിതമാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ആത്മസംയമനം പാലിക്കുക. ക്ഷേത്ര ദർശനം നടത്തുക. ഗ്രഹത്തിൽ നിന്ന് ഉച്ചവരെ അകന്നു നിൽക്കുന്നത് വളരെ ഗുണപ്രദമായി തോന്നുന്നു. അതേപോലെ അനാവശ്യമായ കൂട്ടുകെട്ടുകളിൽപ്പെട്ട് ചില പ്രശ്നങ്ങളിൽ ചെന്ന് പെടാനൊക്കെ സാധ്യതയുണ്ട്. എല്ലാവരും, ഓരോ വ്യക്തിയും അവരവരുടെ വ്യക്തിത്വം നന്നാക്കിയാൽ, ഓരോ വ്യക്തിയും അവരവരുടെ വ്യക്തിത്വത്തിൽ മാറ്റങ്ങൾ വരുത്തിയാൽ സമൂഹത്തിന് തന്നെ മാറ്റം വരുന്നതാണ്.
അങ്ങനെ നമുക്ക് ഒരു നല്ല തലമുറ ഉണ്ടാവുകയും അല്ലെങ്കിൽ നല്ല ഒരു സാഹചര്യം ഉരുത്തിരിയുമൊക്കെ ചെയ്യുമെന്ന് ഒരു പൊതുവായ തത്വമാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുക. പഠനത്തിനായി പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക്, വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്തരം, കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ചില സാഹചര്യങ്ങൾ തെളിഞ്ഞു വരുന്നതാണ്. പ്രതീക്ഷകൾ കൈവിടാതെ മുൻപോട്ട് പോവുക, ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുക. അഷ്ടമശനി കാലമായതുകൊണ്ട് മനക്ലേശം അനുഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. നഷ്ടപ്പെട്ട ധനം തിരിച്ചു കിട്ടാനായി കാലതാമസം വരുമെന്നറിഞ്ഞ് മനപ്രയാസമുണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കുമെന്ന്. എന്നാൽ വൈകുന്നേരത്തോടുകൂടി അതിന് മാറ്റം വരുന്നതാണ്. നല്ല കാര്യങ്ങളിൽ ഏർപ്പെടുകയും നല്ല ചിന്തയോടുകൂടി പോവുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് പൊതുവായി എല്ലാവരുടെയും ആവശ്യകതയാണ്. ലോഹനിർമ്മിതമായ വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ബിസിനസ്സുകാർക്ക്, കച്ചവടക്കാർക്ക് എല്ലാവർക്കും തന്നെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. ദീർഘയാത്രയ്ക്ക് സാധ്യത കാണുന്നു. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്തരം, മുക്കാല്, അത്തം, ചിത്തിരാര. ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ചില അപകടങ്ങൾക്ക് സാധ്യതയുള്ള ദിവസമായതുകൊണ്ട് ശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കുകയും സ്റ്റെപ്പുകൾ വളരെ ശ്രദ്ധയോടുകൂടി കയറുകയും ഒക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഗൃഹത്തിൽ ചില പ്രശ്നങ്ങളുണ്ടാകുവാനും പങ്കാളിക്ക് ചില ആപത്തുകൾ വരുവാനും ഒക്കെ സാധ്യതയുള്ളതുകൊണ്ട് ഈശ്വര പ്രാർത്ഥന കൈവിടാതെ മുൻപോട്ട് പോവുക. സാമ്പത്തികമായ കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാകുന്ന ദിവസമാണ്. അനുകൂലമായ തീരുമാനമായിരിക്കുന്നത്. നിക്ഷേപങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നവർക്ക് ഇന്ന് ലാഭം കിട്ടുന്ന ഒരു ദിവസമായിരിക്കും. ഗൃഹാന്തരീക്ഷത്തിൽ ചില മാറ്റങ്ങൾ വരികയും ശാരീരികമായ ചില ക്ലേശങ്ങൾ അനുഭവിക്കുകയും ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആർക്കെങ്കിലും ഉണ്ടായാൽ തീർച്ചയായും വൈദ്യസഹായം തേടേണ്ടതാണ്. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഇതേ അനുഭവം തന്നെ ആയിരിക്കും. എങ്കിലും കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം അത്ര തന്നെ നന്നായിരിക്കില്ല. ശാരീരിക ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നു. അപകട സാധ്യത കാണുന്നു. വീഴ്ച, ഒടിവ്, ചതവ്, മുറിവ് അതിനൊക്കെ സാധ്യത കാണുന്നു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, കലാരംഗത്ത് ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, കായിക രംഗത്ത്, IT ഫീൽഡിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. നിയമപാലകർക്കും അനുകൂലമായൊരു ദിവസമാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്ര അനുകൂലമായ ദിവസമായിരിക്കുകയില്ല. നിയമം കൈകാര്യം ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. ജോലി തിരക്ക് മൂലം കുറച്ച് മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുന്ന ഒഴിച്ചാൽ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല. എന്നാൽ ദൂരയാത്രയ്ക്കോ അധിക ചിലവിനോ ഒക്കെ ഉള്ള സാഹചര്യങ്ങൾ തെളിഞ്ഞു വരുന്നതുകൊണ്ട് അത്തരത്തിലൊരു യാത്ര അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള യാത്രകളോ ചിലവുകളോ ഒക്കെ നിയന്ത്രിക്കേണ്ട ഒരു ദിവസമായിരിക്കും ഇന്ന്. അതൊക്കെ ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും. സന്താനങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകുന്ന ദിവസമാണ്. അവരുടെ ഉന്നതമായ പഠനത്തിനോ അല്ലെങ്കിൽ സന്താനങ്ങൾ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവർക്കോ ഒക്കെ പ്രതീക്ഷ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഇന്ന്. അതിനുവേണ്ടി ചികിത്സാ സമ്പ്രദായം സ്വീകരിച്ചിരിക്കുന്നവർക്കും അനുകൂലമായ ദിവസമായിട്ട് കാണുന്നു. പങ്കാളിയുടെ ഉന്നമനം കണ്ട് സാമ്പത്തികമായ അഭിവൃദ്ധിയൊക്കെ കൊണ്ട് സമാധാനമുണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. പങ്കാളിക്ക് ഉദ്യോഗം ലഭിക്കുവാനും സാധ്യത കാണുന്നു. അതുകൂടാതെ സ്വന്തമായും ജോലി മാറ്റത്തിനോ പ്രമോഷനോ ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാട, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോകേണ്ട ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. ശാരീരികമായ ക്ലേശങ്ങൾക്കും അപകടങ്ങൾക്കുമൊക്കെ സാധ്യത കാണുന്നു. അപവാദങ്ങൾ കേൾക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ സന്താനങ്ങളുടെ അഭിവൃദ്ധിയോർത്ത് വളരെയധികം സന്തോഷം അനുഭവിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. സന്താനങ്ങൾക്ക് പുതിയ ഗ്രഹം വാങ്ങുന്നതറിഞ്ഞിട്ടോ അല്ലെങ്കിൽ അവർക്ക് പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതറിഞ്ഞിട്ടോ ഒക്കെ മനസ്സമാധാനവും സന്തോഷവും ഉണ്ടാകുന്ന
ഒരു ദിവസമായിരിക്കും. മാതാപിതാക്കൾക്ക് അത്ര അനുകൂലമായിരിക്കുന്ന ഒരു ദിവസമായിരിക്കില്ലെന്ന്, പ്രത്യേകിച്ച് മാതാവിന് ചില ക്ലേശങ്ങൾ ഉണ്ടാകുവാനായിട്ട് സാധ്യത കാണുന്നു. സഹോദരങ്ങളിൽ ചിലർക്കും ചില വൈകല്യങ്ങളോ മാനസിക പ്രശ്നങ്ങളോ വൈഷമ്യങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങൾ വാഹനം ഉപയോഗിക്കുമ്പോൾ അവരുടെ കൂടെയുള്ള യാത്രയുമൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും. നിയമപാലകർക്ക്, നിയമ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കും. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം ഗുണകരമായിരിക്കും. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ദോഷാധിക്യമാണ് കാണുന്നത്. ഇന്ന് പണമിടപാടുകൾ നടത്തിയാൽ അത് പരാജയപ്പെടുന്നതാണ്. കടം കൊടുത്താൽ തിരിച്ച് കിട്ടാത്ത ഒരു മുഹൂർത്തമാണ് ഇന്നത്തെ ദിവസമുള്ളത്. എന്നാൽ ചില സംരംഭങ്ങൾ തുടങ്ങാനിരിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും. ബ്യൂട്ടീഷ്യന്മാർ അല്ലെങ്കിൽ ബുട്ടിക് നടത്തുന്നവർ, സൗന്ദര്യ മേഖലയിൽ വർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നവർക്ക്, ആ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക്, കോസ്മെറ്റിക് സാധനങ്ങൾ വിപണനം ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമാണ്. ഇമ്പോർട്ട് എക്സ്പോർട്ട് നടത്തുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കും. എന്നാൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ വളരെ നിരാശ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. ആ കാര്യങ്ങളൊക്കെ ഒരു ദിവസത്തേക്ക് കൂടി മാറ്റി വയ്ക്കുന്നത് നന്നായിരിക്കും. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ചില അനുഭവങ്ങളാണ് ഉണ്ടാവുക. എന്നാൽ മനക്ലേശം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. വേർപാടുകളോ അല്ലെങ്കിൽ ധനനഷ്ടമോ ഒഴിവാക്കാൻ പറ്റാത്തൊരു ദിവസമായിരിക്കും. ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ട്രേഡിംഗ് നടത്തുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം പ്രതികൂലമായ ഒരു അനുഭവമായിരിക്കും ഉണ്ടാവുക. ശാരീരിക ക്ലേശത്തിനും സാധ്യത കാണുന്നു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വളരെ അനുകൂലമായ ചില സാഹചര്യങ്ങൾ തെളിഞ്ഞു വരുന്നതാണ്. പുതിയ സുഹൃത്തുക്കളോ പഴയ സുഹൃത്തുക്കളോ ഇടപെട്ട് മനപ്രയാസത്തിന് ഒരു പരിഹാരം കണ്ടെത്തുന്ന സാധ്യതയുള്ള ദിവസമാണ്. രാഷ്ട്രീയ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കും അതേപോലെ കായിക രംഗത്ത്, കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കും ഇന്ന് അനുകൂലമായ ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതി, കാല, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ആരോഗ്യ സംബന്ധമായ ചില അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നത് ഒഴിച്ചാൽ ബാക്കി എല്ലാ കാര്യത്തിനും ഒരു അനുകൂലമായ ദിവസമാണ്. സാമ്പത്തികമായി ധനസഹായം ലഭിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. ഗൃഹത്തിൽ ചില റിപ്പയർ വർക്കുകളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. ധനച്ചെലവിന് സാധ്യതയുള്ള ദിവസമാണ്. ജന്മശനി കാലമായതുകൊണ്ട് ശാസ്താവിനെ പ്രാർത്ഥിക്കുക. അതേപോലെ സാമ്പത്തികമായി ചിലവ് വരുന്ന സാഹചര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. അതേപോലെ സ്വന്തമായി ഇലക്ട്രിസിറ്റിയുടെ കറക്ഷൻ അല്ലെങ്കിൽ പ്ലംബിങ്ങിൻ്റെ കറക്ഷൻ ഇതൊന്നും ഇന്നത്തെ ദിവസം ചെയ്യാതിരിക്കുക. മുറിവുകൾ, ഒടിവുകൾ, ചതവുകളൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. പങ്കാളിയുടെ ഉയർച്ച കണ്ട് സന്തോഷിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കുമെന്ന്. ശാരീരിക ക്ലേശം കൊണ്ട് ചില കാര്യങ്ങൾ മുടങ്ങിപ്പോകാനും സാധ്യതയുണ്ട്. IT ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ സംതൃപ്തകരമായൊരു ദിവസമായിരിക്കും. എന്നാൽ കലാകാരന്മാർക്കും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെ പ്രതികൂലമായിട്ടാണ് കാണുന്നത്. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ സർവേശ്വരൻ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം.